അങ്ങനെ ആദർശിന് അമേരിക്കൻ കമ്പനിയിലെ ആ ഒരു ഡീല് കിട്ടിയില്ല എന്ന കാര്യം ഡേവിഡ് തന്നെയായിരിക്കും വിളിച്ചറിയിക്കുന്നത്. അബിയെ വിളിച്ചിട്ട് ഡേവിഡ് ഈ ഒരു കാര്യം അറിയിക്കുന്ന സമയത്തിന് അബിക്ക് വല്ലാത്ത സന്തോഷമായി. എങ്ങനെയെങ്കിലും നീ മൂർത്തി ജ്വല്ലറിയിലെ എല്ലാ കാര്യവും ഞങ്ങൾക്ക് ചോർത്തി തരണം. ആ സ്ഥാപനം ഇനി ഒന്നുമില്ലാതങ്ങ് അതിന് നിന്റെ സപ്പോർട്ട് കൂടിയേ തീരൂ എന്നൊക്കെ ഡേവിഡ് പറയുമ്പോൾ എന്ത് സഹായത്തിനും ഞാൻ കൂടെ ഉണ്ടാവുമെന്നാണ് അബി വാക്ക് കൊടുക്കുന്നത്. അബി ഈ ഒരു സന്തോഷ വാർത്ത അമ്മയോട് ജലജയോട് ചെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ജലജ പറയുന്നുണ്ട് അതൊക്കെ അയാൾ വെറുതെ തള്ളുന്നതായിരിക്കും. ആദർശ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇതും വല്ല നുണയുമായിരിക്കും. പക്ഷേ അബി വിട്ടുകൊടുത്തില്ല. അല്ലമ്മേ അതൊക്കെ സത്യമാണെന്ന് പറഞ്ഞ് അവൻ തെളിവുകൾ ഓരോന്നോരോന്നായി ജലജയ്ക്ക് മുന്നിലങ്ങ് നിരത്തും. ഇതേ സമയം ആദർശ് വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ഡീലെല്ലാം കൈവിട്ടു പോയി എന്നും ഇതിൻ്റെ പിന്നിൽ വലിയൊരു ചതി നടന്നിട്ടുണ്ട് എന്നും അതാരായാലും ഞാൻ കണ്ടുപിടിക്കുമെന്നൊക്കെ ഉറപ്പിച്ച് പറയാണ് ആദർശ്. അങ്ങനെ ആദർശ് അന്വേഷണം തുടങ്ങുന്നുണ്ട്. അന്വേഷണത്തിനൊടുവിൽ ഇതിൻ്റെ പിന്നിൽ കളിച്ചത് AN ജ്വല്ലേഴ്സ് ആണെന്നും ആദർശ് തിരിച്ചറിഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം അവൻ മുൻകൂട്ടി ചെന്ന് മുത്തശ്ശനോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശന് വല്ലാത്ത വിഷമമായി. ഈ ഡീല് ആദർശിന് തന്നെ കിട്ടുമെന്ന് അദ്ദേഹം അത്രമാത്രം പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷ തെറ്റിയതിൻ്റെ സങ്കടവും ദേഷ്യവും നിരാശയും മുത്തശ്ശൻ്റെ മുഖത്തുണ്ട്. മുത്തശ്ശൻ ആദർശിനോട് പറയുന്നുണ്ട് AN ജ്വല്ലറി തന്നെയാണ് ഇതിന് പിന്നിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇനി അവരെ വെറുതെ വിട്ടാൽ പറ്റില്ല. നമ്മുടെ മൂർത്തി ജ്വല്ലറിയുടെ അടിവേര് അറുക്കാനാണ് അവർ നോക്കുന്നത്. ഇതിലെന്തോ ഒരു പന്തികേടുണ്ട്. നമ്മളോട് ആരോ പക തീർക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഡേവിഡിന് നമ്മളോട് അങ്ങനെ ഒരു പകയുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ അയാളെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. നമുക്ക് അയാളുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് നീ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് പഠിക്കണം. ഇനി നമ്മുടെ സ്ഥാപനത്തെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ ആദർശേ. നീ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അവനെ അങ്ങ് ധൈര്യം പകർന്നു കൊടുക്കും. തുടർന്ന് ആദർശ് AN ജ്വല്ലറിയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അന്വേഷിച്ചു. അപ്പോഴാണ് ആ ഒരു ഞെട്ടിക്കുന്ന സത്യം അവൻ മനസ്സിലാക്കുന്നത്. AN ജ്വല്ലറിയുടെ യഥാർത്ഥ ഉടമ ഡേവിഡ് അല്ല, അത് വേറൊരാളായിരുന്നു. അയാൾ വെറും ഒരു ബിനാമി മാത്രമാണ്. ഈ വിവരം ആദർശ് മുത്തശ്ശനെ അറിയിച്ചു. അപ്പോൾ മുത്തശ്ശൻ പറയുന്നത് എനിക്കും അത് തോന്നിയിരുന്നു ആദർശേ. ഡേവിഡിന് നമ്മളോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ AN ജ്വല്ലറി പെട്ടെന്നൊരു ദിവസം അങ്ങ് പൊട്ടിമുളച്ചതാണ്. എനിക്ക് ഡേവിഡിനെ കണ്ട പരിചയം പോലുമില്ല. പിന്നെ എന്തിനാണ് അയാൾക്ക് ഇത്രയും മാത്രം നമ്മളോട് പക? ഇതിൻ്റെ പിന്നിൽ വേറെ ആരോ ഉണ്ട്. അത് നമ്മൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ആദർശ് ഈ കാര്യങ്ങൾ നയനയോടും പങ്കുവെക്കുന്നുണ്ട്. അന്നേരം നയന പറയുന്നുണ്ട് നവ്യേച്ചിക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒന്നും അറിയാതിരിക്കില്ല. ഞാനൊരു മയത്തിലൊക്കെ അങ്ങ് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നയന നവ്യയുടെ അടുത്തേക്ക് ചെന്നു. നവ്യേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഓ നിനക്ക് എന്നോട് എന്ത് പറയാനാണ്? നീ എന്നോട് മര്യാദക്കൊന്നും മിണ്ടാറെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് നവ്യ ദേഷ്യപ്പെടും. ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതൊന്നുമല്ല ചേച്ചി എന്ന് പറഞ്ഞ നയന ശാന്തയായി. ചേച്ചി ഇപ്പോൾ AN ജ്വല്ലറിയുടെ മോഡലാണല്ലോ. അപ്പോൾ അവിടുത്തെ എഗ്രിമെൻ്റ് കാര്യങ്ങളൊക്കെ ഇടപെടുന്നത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അത് ഓണറായ ഡേവിഡാണെന്നാണ് നവ്യ മറുപടി നൽകുന്നത്. നവ്യക്കും ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ ശക്തിയെക്കുറിച്ചിട്ട് പ്രത്യേകിച്ച് അറിവൊന്നും തന്നെ ഇല്ലായിരുന്നു. നയനക്കതോടുകൂടി തന്നെ നവ്യയ്ക്ക് ഇതിൽ വലിയ വിവരമൊന്നുമില്ല എന്ന കാര്യം വ്യക്തമായി. നയന ചെന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ ആദർശിനോട് പറഞ്ഞു. ആദർശ് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. തൻ്റെ മുഖം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ബിനാമിയെ വെച്ച് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നവ്യയുടെ മുന്നിൽ പോലും അയാളൊന്നും വരാത്തത്. നയനയും അത് ശരിവെക്കുന്നുണ്ട്. വീടിനുള്ളിൽ നിന്ന് ആരുടെയോ സഹായം അവർക്ക് കിട്ടുന്നുണ്ട്. അനന്തപുരിയിലെ ഓരോ ചലനവും അവരറിയുന്നുണ്ട്. മൂർത്തി ജ്വല്ലേഴ്സിൻ്റെ ഓരോ നീക്കവും അവർക്ക് മുൻകൂട്ടി അറിയാമെന്ന് നയന പറയുമ്പോൾ അതെനിക്കും തോന്നിയിരുന്നു എന്ന് ആദർശ് മറുപടി നൽകി. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആരോ ആണ് അവർക്ക് വേണ്ടിയിട്ട് ചാരപ്പണി ചെയ്യുന്നത്. അതാരാണെന്ന് കണ്ടുപിടിച്ച് അവരെ വെറുതെ വിടില്ല എന്ന് ആദർശ് ഉറപ്പിച്ചു. മുത്തശ്ശൻ അവന്തികയോട് സംസാരിക്കാൻ അവളെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അവൾ ആരോടോ ഗൗരവത്തിൽ തന്നെ ഫോണിൽ സംസാരിക്കുന്ന കാര്യമെല്ലാം തന്നെ മുത്തശ്ശൻ ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം മാറി നിന്ന് അതെല്ലാം തന്നെ കേൾക്കുകയാണ്. അവൾ പറയുന്നുണ്ട് അച്ഛ AN ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണർ ഡേവിഡ് അല്ലെന്ന് ഇവിടെയുള്ളവർക്കെല്ലാം തന്നെ സംശയം തോന്നിയിട്ടുണ്ട്. ആ ഉടമയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ വലിയ ശ്രമം നടത്തുന്നുണ്ട്. അവസാനം അത് അച്ഛനാണെന്നെങ്ങാനും അവർ തിരിച്ചറിയുമോ എന്നാണ് എൻ്റെ പേടിയെന്നൊക്കെ പറയും. എന്നാൽ അപ്പുറത്ത് നിന്ന് ദാഗേന്ദ്രൻ പറയുന്നുണ്ട് അത് മനസ്സിലായാലും എനിക്കൊരു കുഴപ്പമില്ല മോളെ. മൂർത്തി ജ്വല്ലേഴ്സിൻ്റെ പതനം തുടങ്ങിക്കഴിഞ്ഞു. ഇനി അവർ അതറിഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവന്തിക തിരുത്തുകയാണ്. വേണ്ടച്ച ഇപ്പോൾ സത്യമൊന്നും പുറത്തു വരണ്ട. AN ജ്വല്ലറി ഇനിയും വളരട്ടെ. മൂർത്തി ജ്വല്ലറിയെ അടിവേരോട് തന്നെ നമുക്കങ്ങ് പിഴുതെറിയണം. എന്നിട്ട് മതി എല്ലാവരോടും ഈ ഒരു സത്യമൊക്കെ അങ്ങ് വിളിച്ചു പറയാനെന്നൊക്കെ അവന്തിക ഫോണിലൂടെ പറയാണ്. എൻ്റെ അച്ഛനെ ഈ വീട്ടിൽ നിന്നും
ദേഷ്യപ്പെട്ട് അവരിവിടെ നിന്നും ഇറക്കി വിട്ടതല്ലേ? അത് വലിയ തെറ്റായി പോയി എന്ന് അവർക്ക് മനസ്സിലാവണം. എൻ്റെ അമ്മയെയും അഭിയേട്ടനെയും ഇവിടെ ഇട്ട് എല്ലാവരും കഷ്ടപ്പെടുത്തുന്നവർക്കെല്ലാം ഇതൊരു പാഠമാവണം. ഈ സംഭാഷണമെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് മുത്തശ്ശൻ കേൾക്കുന്നുണ്ടായിരുന്നു. സത്യം മനസ്സിലാക്കിയ മുത്തശ്ശന് വല്ലാതെ വിഷമവും ദേഷ്യവും ഒക്കെ വരും. ഒന്നും മിണ്ടാതെ മുത്തശ്ശൻ അവിടെ നിന്നും പോയി. അദ്ദേഹം ആദർശിനെ കാണാണ്. AN ജ്വല്ലറിയുടെ യഥാർത്ഥ ഉടമ നാഗേന്ദ്രനാണെന്ന് മുത്തശ്ശൻ വെളിപ്പെടുത്തുമ്പോൾ ആദർശ് ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. നാഗേന്ദ്രനോ എന്നും അത്ഭുതത്തോടു കൂടെ തന്നെ ചോദിക്കാണ് ആദർശ്. അതെ, ജലജയുടെ ഭർത്താവ്. കള്ളത്തരം കാണിച്ച് നമ്മൾ അടിച്ചിറക്കി വിട്ടവൻ തന്നെ. പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൻ തിരിച്ചു വന്നിരിക്കുന്നത്. മുത്തശ്ശൻ ഇത് എങ്ങനെ മനസ്സിലായി എന്ന് ആദർശ് ചോദിച്ചപ്പോൾ അവന്തികയുടെ ഫോൺ കോൾ കേട്ട കാര്യവും അവൾ നാഗേന്ദ്രനുമായി ചാരപ്പണി നടത്തുന്ന കാര്യമെല്ലാം തന്നെ മുത്തശ്ശൻ പറഞ്ഞു. അവൾ നാഗേന്ദ്രൻ്റെ ചാരയായി ഇവിടെ നിൽക്കുകയാണെന്ന സത്യവും മുത്തശ്ശൻ പറയാണ് ആദർശിനോട്. ഇത് കേട്ടപ്പോൾ ആദർശിന് വല്ലാതെ കലി കയറാണ്. സ്വന്തം പെങ്ങളെപ്പോലെ സ്നേഹിച്ചവളാണ് ഇങ്ങനൊരു ചതി ചെയ്തത് എന്ന് അവന് വിശ്വസിക്കാനായില്ല. അവളും അബിയെപ്പോലെ തന്നെയാണല്ലോ. ആ അമ്മയുടെ മക്കളല്ലേ, അവർക്കൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് ആദർശ് രോഷത്തോടെ പറയുന്നു. എന്നാൽ മുത്തശ്ശൻ അവനെ ശാന്തനാക്കി. നമ്മൾ ഈ വിവരം അറിഞ്ഞതായി ഇപ്പോൾ ഭാവിക്കേണ്ട ആദർശേ. അവർ നമ്മുടെ തകർച്ച കണ്ട് സന്തോഷിക്കട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. AN ജ്വല്ലറി അത്ര പെട്ടെന്ന് വളർന്നതിൽ എന്തോ കള്ളത്തരം കാണും. അതെല്ലാം നമുക്ക് ഓരോന്നോരോന്നായി പൊളിച്ചെടുക്കണം. എങ്കിലേ അവരെ നമുക്ക് തകർക്കാൻ പറ്റൂ. അപ്പോൾ അമ്മായിക്കും അബിക്കും ഇതൊക്കെ അറിയാമായിരിക്കുമല്ലേ എന്ന് ആദർശ് ചോദിച്ചപ്പോൾ അവർക്കറിയാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് മുത്തശ്ശൻ പറയുന്നത്. ഇത് അവന്തികക്കും നാഗേന്ദ്രനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. അവന്തിക പുറത്തുപോയി പഠിക്കാൻ പോയ സമയത്ത് തുടങ്ങിയ ബന്ധമായിരിക്കും ഇത്. അവൾ വന്നപ്പോൾ നല്ല മാറ്റമുണ്ടെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചത്. പക്ഷേ അത് നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനായിരുന്നു. ഇനി നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത് ആദർശേ. നമ്മുടെ ഡിസൈനുകളെല്ലാം ചോർന്നു പോയതിൻ്റെ പിന്നിലും ഈ അവന്തിക തന്നെയായിരിക്കും. ഇനി മുതൽ നമ്മുടെ പദ്ധതികൾ ഒരിക്കലും അവളോട് പറയരുത്. പകരം തെറ്റായ വിവരങ്ങൾ മാത്രം നീ അവൾക്ക് കൊടുക്കണം. അങ്ങനെ അവളെ നമ്മൾക്ക് കബളിപ്പിക്കാൻ തുടങ്ങണം. നമ്മുടെ ജ്വല്ലറിയെ ഇനി എങ്ങനെയെങ്കിലും പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നൊക്കെ ആദർശിനെ ഉപദേശിക്കാണ് മുത്തശ്ശൻ. അനന്തപുരിയുടെ അകത്തളങ്ങളിൽ പതറിയിരിക്കുന്ന ഈ ഒരു ചതിയുടെ വേരുകൾ അറുക്കാൻ മുത്തശ്ശനും ആദർശനും ചേർന്ന് അതിശക്തമായ ഒരു തിരക്കഥ തന്നെ തയ്യാറാക്കി. മുത്തശ്ശൻ പറഞ്ഞതുപോലെ തന്നെ അവന്തികയെ ഒരു കരുവാക്കി നാഗേന്ദ്രനെ പൂട്ടാൻ തന്നെ അവർ തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ ആദർശ് മനഃപൂർവ്വം അവന്തിക കേൾക്കെ നയനയോട് സംസാരിച്ചു തുടങ്ങി. നയനെ, നമ്മുടെ പഴയ ഡിസൈനുകൾ പോയത് പോട്ടെ. ഞാൻ പുതിയൊരു വിദേശ കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 10 മാറ്റുള്ള സ്വർണത്തേക്കാൾ തിളക്കമുള്ള ഒരു സീക്രട്ട് കളക്ഷൻ നമ്മുടെ അടുത്ത ആഴ്ച പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ലോഞ്ചിങ് ഡേറ്റ് നാഗേന്ദ്രൻ ഒരിക്കലും അറിയരുത്. AN ജ്വല്ലറിക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നെ ബിനാമിയെ വിട്ടിട്ട് അതെല്ലാം തന്നെ തടയും. ഇത് കേട്ടതും അവന്തികയുടെ ഉള്ളിൽ പടക്കം പൊട്ടി. അവൾ ഓടിച്ചെന്ന് നാഗേന്ദ്രനെ വിളിച്ചുകൊണ്ട് തന്നെ ഈ വിവരം രഹസ്യമായി തന്നെ കൈമാറി. ആദർശ് പറഞ്ഞ കള്ളം വിശ്വസിച്ച നാഗേന്ദ്രൻ തൻ്റെ കൈവശമുള്ള പണം അത്രയും ആ പുതിയ കളക്ഷനെ വെല്ലുന്ന രീതിയിലുള്ള ആഭരണങ്ങളെല്ലാം തന്നെ നിർമ്മിക്കാൻ ചെലവാക്കി. എന്നാൽ ആദർശിൻ്റെ കളി മറ്റൊന്നായിരുന്നു. അവൻ രഹസ്യമായി AN ജ്വല്ലറിയിലേക്ക് സ്വർണം വിതരണം ചെയ്യുന്ന ഏജന്റുമാരെ കണ്ടെത്തി. അവിടെ എത്തുന്ന സ്വർണത്തിൽ വലിയൊരു ശതമാനം കള്ളക്കടത്താണെന്ന തെളിവുകൾ അവൻ പോലീസിന് കൈമാറി. ഒരു വശത്ത് നാഗേന്ദ്രൻ ഇല്ലാത്ത കളക്ഷൻ്റെ പിന്നാലെ പോയി കടക്കണിയിലായപ്പോൾ മറുവശത്ത് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ AN ജ്വല്ലറിയിലേക്ക് റെയ്ഡ് നടത്തി. അനന്തപുരിയിലെ ഹാളിൽ എല്ലാവരും ഇരിക്കുമ്പോഴാണ് പോലീസ് നാഗേന്ദ്രനെയും ഡേവിഡിനെയും വിലങ്ങു വെച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഇത് കണ്ട് ജലജയും അബിയും അമ്പരന്ന് നിൽക്കുമ്പോൾ അവന്തിക ആകെ വിറക്കുന്നുണ്ടായിരുന്നു. നീ അയച്ചു കൊടുത്ത വിവരങ്ങളെല്ലാം തന്നെ ഞാൻ നിനക്ക് തന്ന വിഷമായിരുന്നു അവന്തികയെ എന്ന് ആദർശ് വെളിപ്പെടുത്തുമ്പോൾ അവളുടെ കയ്യിൽ നിന്നും ഫോൺ അങ്ങ് താഴേക്ക് വീണു. മുത്തശ്ശൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് നാഗേന്ദ്രൻ്റെ മുഖത്തു നോക്കി പറഞ്ഞു, മൂർത്തി ജ്വല്ലേഴ്സിനെ തകർക്കാൻ വന്നവൻ ഇപ്പതേ സ്വന്തം കുഴി തോണ്ടി അകത്തായിരിക്കുന്നു. നാഗേന്ദ്രനും സന്തുകവും നേരെ ജയിലിലേക്ക് പോയതോടുകൂടി തന്നെ AN ജ്വല്ലറിയുടെ തകർച്ച അവിടെ തുടങ്ങി. ചതി മനസ്സിലാക്കിയ ജലജയും അബിയും നാണക്കേട് കൊണ്ട് തല താഴ്ത്തി. ആദർശും നയനയും ചേർന്ന് മുത്തശ്ശൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ മൂർത്തി ജ്വല്ലറിയെ അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടെത്തിച്ചു. സത്യം എപ്പോഴും ജയിക്കുമെന്നും ചതിയുടെ കൊട്ടാരങ്ങൾ അധികകാലം നിലനിൽക്കില്ല എന്നും തെളിയിച്ചുകൊണ്ട് തന്നെ ആ രാത്രി അനന്തപുരിയിൽ സമാധാനം പുലർന്നു. അങ്ങനെ നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.